ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിരുന്നു കണ്ടിട്ടല്ലേ. അപ്പോൾ ഇന്നും നമ്മൾ വന്നേക്കുന്നത് ഇതേപോലെ ഒരു ഓൾ ഓവർ ഡിസൈൻ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാനായിട്ടാണ് കേട്ടോ. അപ്പം ഇതേപോലെ നമ്മൾ ചുരിദാറിൽ മുഴുവനായിട്ടും ചെയ്യുമ്പോൾ ഒരുപാട് പാടുള്ളതൊക്കെയാണ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി ഓൾ ഓവർ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഗ്രീൻ കളറും റെഡ് കളറും മാത്രം ഭയങ്കര ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പം ത്രെഡ് ഇന്നത് വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ത്രെഡ് നമ്മൾ എടുക്കുന്ന തുണിയുടെ അനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ ഇതുപോലെ നമ്മൾ കൊടുക്കുന്ന ഡിസൈനിന് നമ്മൾ ആദ്യമേ ഒന്ന് എങ്ങനെയാണ് ഡയറക്ഷൻ ഒന്ന് ചെയ്ത് കൊടുക്കുക, എങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നതെങ്കിൽ ആ ഒരു ഡയറക്ഷൻ ആദ്യം നമ്മളൊന്ന് മനസ്സിൽ കാണുകയോ അല്ലെങ്കിൽ വരച്ചു കൊടുക്കുകയോ ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമേ നമ്മൾ കുറച്ച് ലെങ്തിൽ ഇതേപോലെ നൂലൊന്ന് തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്തത് വി ഷേപ്പ് പോലെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നതിനേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്ന് തയ്ച്ചു കൊടുത്തിട്ട് ഒരു വി ഷേപ്പ് പോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക. ഇനി ശേഷം നമ്മളിതിൻ്റെ താഴെ ചെറിയൊരു ലീഫാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ചെരിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് നമ്മുടെ ആ ഒരു വി ഷേപ്പ് പോലെ ഇച്ചിരി ചെരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലീഫ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലീഫിന് വേണ്ടിയിട്ട് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലേക്ക് കേട്ടോ. അപ്പോൾ ഇത് നേരെ കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ വി ഡിസൈൻ കൊടുത്ത പോലെ തന്നെ കുറച്ച് ചെരിച്ചൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്ലവറാണ് ചെയ്യണത്. ഫ്ലവർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണത് ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നോട്ടാണല്ലോ ഫ്രഞ്ച് നോട്ട്. അപ്പോൾ അറിയത്തില്ലെന്ന് ആരും പറയരുത്, എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. നമുക്ക് തന്നെ നമ്മുടെ പ്ലെയിൻ കുർത്തികളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതേപോലെ നമ്മൾ ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് അല്ല കേട്ടോ, ലീഫും ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ട് നമ്മൾ ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസം ആയിരുന്നല്ലേ. അപ്പം വേറെ ഒന്നുമല്ല, എനിക്ക് ഒരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മുന്നേ തന്ന വീഡിയോസിനൊക്കെ നല്ല സപ്പോർട്ട് തന്നതുപോലെ തന്നെ ഇനിയും ഞാൻ തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നല്ല വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പം ഇതേപോലെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല നല്ല ഡിസൈൻസും അതുപോലെ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് ഒന്ന് അമർത്തിയേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പം നമ്മളെപ്പോലെ ബിഗിനേഴ്സിന്, അതായത് പ്രത്യേകിച്ച് പഠിക്കാതെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി ഡിസൈൻസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടോടുകൂടിയേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മറക്കാതെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇതേപോലെ നമ്മൾ ലീഫെല്ലാം ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്ലവറും ചെയ്തെടുക്കാം. ഫ്രഞ്ച് നോട്ട് കൊടുക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഇനി അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് നൂല് താഴേന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക സൂചിയിലേക്ക് നൂല്, എന്നിട്ട് നേരെ താഴേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് വലിക്കരുത്, കുറച്ച് ലൂസാക്കിയിട്ട് വേണം വലിക്കാനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഡോട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. നല്ല ഭംഗിയാണ് ചെയ്യാനായിട്ടും കാണാനായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ലേ, പാടൊന്നുമില്ലല്ലോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ടും. അപ്പോൾ ഇത് ഓൾ ഓവർ ഡിസൈനായിട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇനിയിപ്പോൾ ബ്ലാക്ക് ക്ലോത്ത് അല്ല, വൈറ്റ് ക്ലോത്തിലാണെങ്കിലും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമുക്ക് ഇഷ്ടമനുസരിച്ച് കളറുകൾ മാറ്റി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.